ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടൊരു നെമ്മീൻ പിരട്ടാണ്. നമ്മൾ ഇതിനു മുമ്പേ ഒത്തിരി ഫിഷ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടൊരു പിരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തക്കാളിയോ സവോളയോ ഒന്നും ഇല്ലാതെ വളരെ എളുപ്പം രുചികരമായിട്ടൊരു നെമ്മീൻ പിരട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരുന്നത് 1 കിലോ നെമ്മീനാണ്. എല്ലൊന്നും ഇല്ലാതെ നല്ല പോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, സാദാ മുളക് പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളകും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പോലെ കൈവച്ച് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മീനിൻ്റെ മുട്ടയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാം. ഇനി ഞാനൊരു ഫ്രൈയിങ് പാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം എല്ലാം കത്തിച്ചു കൊടുത്തു. പാനൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് മീനൊന്നും ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട, ഷാലോ ഫ്രൈ, 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബാക്കി പിന്നെയും കുക്കിംഗ് ഉള്ളതാണ്. അപ്പോൾ മീനൊക്കെ ഞാനിവിടെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സൈഡൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാവേ. മീൻ പെരട്ടായത് കൊണ്ട് തന്നെ ഒന്ന് ഇളക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വിസ്താരമുള്ള ഒരു പാത്രം, ഒരു ഉരുളിയാണ് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒരുമിച്ച് ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 6-7 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അതുകൊണ്ടാണ് അത്രയും ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നല്ലപോലെ മാറി കിട്ടണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയം കുറച്ച് ഉപ്പും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ പെരട്ട് നല്ല റെഡ് കളറിൽ കാണാനാണ് കേട്ടോ ഭംഗി. അപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടാണ് മസാലാസ് ചേർത്തിരുന്നത്. എന്നിട്ട് പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. മസാലയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം ഞാൻ വറുത്ത മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവാപ്പൊടി ചേർത്ത വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. നമുക്ക് ഇതിലോട്ട് ഇനിയിപ്പോൾ ഒരു 1/4 കപ്പ് ചൂടുള്ള വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ മീനൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരും. ഫ്രൈ ആയിരിക്കുന്ന മീനായതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂട് വെള്ളമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് പുളി പോരാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ ചെറിയ 2 കഷ്ണം കുടംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആക്ച്വലി ഞാൻ ആദ്യം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വിനീഗർ ചേർത്തിരുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പുളിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ പെരട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു, ബൈ.